വിവാദ ചിത്രം കേരള സ്റ്റോറി 2 പ്രദർശന ദിനത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ കേരള സ്റ്റോറി 2 നടക്കുന്ന ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിലേക്കാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത്, ഇതെവിടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്? എന്താണ് വിശദാംശം? GK, ഇത് ഒല്ലൂർ ഫൺ മൂവീസ് എന്ന തിയേറ്ററാണ്. ഇവിടെ അല്പസമയം മുൻപാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി റോസൽ രാജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച് എത്തിയിരിക്കുന്നത്. അവർ ആ മേഖലയിൽ വലിയ മുദ്രാവാക്യം വിളികളുമായി എത്തി കേരള സ്റ്റോറിയുടെ ഈ ഒരു പോസ്റ്ററിൽ അവർ കരിയോയിൽ ഒഴിക്കുകയായിരുന്നു. വളരെ ചുരുക്കം ചില പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊടുന്നനെ ഒരു പ്രതിഷേധമായി എത്തുമായിരുന്നു. അതിൽ ഏറ്റവും രസകരമായ കാര്യം, കൗതുകകരമായ കാര്യം, ഇവിടെയും സിനിമ കാണാൻ ആളില്ല. നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് 12 മണി വരെ ഞങ്ങൾ കാത്തിരിക്കും, അതിനുശേഷം പ്രദർശിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്, അല്ല ഈ തിയേറ്റർ ഉടമകൾ പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അവർ ബഹിഷ്കരണ ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അവർ സിനിമ കാണുന്ന ആളുകളെ ഞങ്ങൾ തടയില്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ബഹിഷ്കരണ ആഹ്വാനം ഇതൊരു കലാപത്തിനുള്ള, മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ല, കേരളത്തിൻ്റെ സ്റ്റോറി മറ്റു പലതുമാണ്. അത് മതസൗഹാർദ്ദത്തിൻ്റെ ആണെന്നാണ് ഡിവൈഎഫ്ഐ വളരെ കൃത്യമായി പറയുന്നത്. വലിയ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രതിഷേധം? ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും അവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കണം. അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചത്. വലിയ പൊടുന്നനെയുള്ള പ്രതിഷേധമായിരുന്നു. വളരെ ചുരുങ്ങിയ പോലീസ് മാത്രമേ ഉള്ളൂ. എന്നാലും കേരള സ്റ്റോറി കാണാൻ ആളില്ല. ബഹിഷ്കരണ ആഹ്വാനവുമായി തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐ രംഗത്തെത്തി കഴിഞ്ഞു. ശ്രീ ശിവകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കോട്ടയത്ത് വരുന്നുണ്ട്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിശദാംശങ്ങളുമായി. ടോബി, പറയൂ. ഗോപി, ഏതാനും ഒരു 40 മിനിറ്റ് മുമ്പാണ് ഈ സിനിമ ഇവിടെ ആരംഭിച്ചത്. കോട്ടയം നഗരത്തിലുള്ള അനശ്വര തിയേറ്ററിലാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 25 പേർ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് മാനേജരോട് അത് നടത്താൻ പാടില്ല, നിർത്തിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അകത്തേക്ക് കയറി തിയേറ്ററിൻ്റെ മാനേജറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. എന്തായാലും ഇതിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇടത് സംഘടനകൾക്കുണ്ട്. അവരത് ശക്തമായി തന്നെ പ്രതിഷേധിക്കും എന്നുള്ള വിവരവുമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പല സ്ഥലങ്ങളിലും ആളുകൾ അല്ലെങ്കിൽ ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും കോട്ടയം അനശ്വര തിയേറ്ററിലെ ഈ ഷോ നിർത്തിവെക്കണമെന്നൊരു ആവശ്യമാണ് ഡിവൈഎഫ്ഐ അടക്കം മുന്നോട്ട് വെക്കുന്നത്. അവർ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തിയേറ്ററിലെത്തി മാനേജരോട് സംസാരിക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതിൽ എന്ത് നടപടി സ്വീകരിക്കും തിയേറ്ററുകൾ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം അവരാണ് അതിനകത്തൊരു തീരുമാനമെടുക്കേണ്ടത്. അതല്ല അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, സിനിമയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ തിയേറ്ററിന്റെ ഗേറ്റുകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. മാധ്യമങ്ങളെയും അകത്തേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. എന്തായാലും ഷോ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ഇടവേളയാകുമ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ സിനിമയുമായി കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഏതായാലും കോട്ടയത്തും തണുപ്പൻ പ്രതികരണം തന്നെയാണ് കേരള സ്റ്റോറി 2 സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.